PSC നിയമനങ്ങളിൽ ദുരൂഹത. ഫിഷറീസ് തസ്തികയിൽ SFI നേതാക്കൾക്ക് ഉയർന്ന റാങ്ക്. ഇതൊക്കെ അത് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെ ഉയർന്ന റാങ്ക് കിട്ടി എന്നുള്ളത്. പിൻവാതിൽ വഴി നിയമനമുള്ള രീതിയാണ്. ഒരുപാട് പാവപ്പെട്ട ചെറുപ്പക്കാരന്മാരൊക്കെ ആ സെക്രട്ടേറിയറ്റിൽ പോയി കിടന്ന് സമരം ചെയ്ത് നോക്കണ്ടോ, മെഴുകുതിരി ഒഴിച്ചു, മുട്ടേരഴഞ്ഞു, ചെയ്യാത്ത പരിപാടിയൊന്നുമില്ല. അവസാനം ഹാൾ ടിക്കറ്റ് കട്ടിച്ച് കണ്ണീരോടെയായിരുന്നു മടങ്ങുന്നത്. അതൊക്കെ ചുമ്മാ എഴുതിയ ആൾക്കാരൊന്നും ആയിരുന്നില്ല, അവർ റാങ്ക് മേടിച്ചവരായിരുന്നു. ജോലി കൊടുത്തില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഒഴിവുള്ള സ്ഥലങ്ങൾ മാത്രമേ കയറ്റാവൂ. അന്ന് ഒഴിവുള്ള സ്ഥലത്താണെങ്കിൽ പ്രവേശനമുള്ളെങ്കിൽ പിന്നെ അത്ര PSCയിൽ ഇത്ര നിയമനം കുറവുള്ളൂ, അല്ലെ ഇത്ര ഇതിൻ്റെ ഒഴിവിനനുസരിച്ചല്ലേ അവർ എഴുതിയത്, എക്സാം എഴുതിയത്. എന്നിട്ട് എക്സാം എഴുതി റാങ്കും കിട്ടിയിട്ടും ജോലി ഇതുവരെയായിട്ട് കിട്ടില്ല. അത് ചില്ലറ റാങ്കല്ല, 1 റാങ്കൊക്കെ കിട്ടിയവരൊക്കെയാണെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള ഇവരൊക്കെ ആണെങ്കിൽ പാർട്ടിക്കാരുടെ ആയതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് റാങ്ക് കിട്ടി. എഴുതിയിട്ട് കിട്ടിയതാണോ അല്ലയോ ഒന്നും അറിയില്ല, കിട്ടി. ഇനി അടുത്ത കാലത്ത് ഇവർ ജോലിയിലായിരിക്കും ഇവിടെ പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാട്ടിച്ച് കിട്ടുന്നതിനേക്കാളും വല്ല അർഹതയുള്ള ആൾക്കാർക്ക് കൊടുക്കണതല്ലേ. അർഹതയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതാണ് നല്ലത്. ചുമ്മാ കടന്ന് പിന്നെ പാർട്ടിക്കാരായതുകൊണ്ട് മാത്രം ഇങ്ങനെ ഇവിടുന്ന് ഉയർന്ന റാങ്കും അതൊക്കെ തട്ടിപ്പല്ലേ. കഷ്ടപ്പെട്ടാൽ പഠിച്ച് പിള്ളേരുടെ മുഖം ഒന്ന് ആലോചിച്ച് നോക്കി, അവിടെ കിടന്ന് കരഞ്ഞവരുടെ 2 ആൾക്കാരുണ്ട്. ഫയർമാൻ പരീക്ഷയും പിന്നെ എന്തോ പോലീസിൻ്റെയോ സിവിൽ ടെസ്റ്റിൻ്റെയോ ഒന്നും കണ്ട് അവരൊക്കെ കരഞ്ഞുകൊണ്ടായിരുന്നു, ചങ്ക് പടഞ്ഞു പോയി. അപ്പം അവരുടെയൊക്കെ കണ്ണീരും മേളിലൊക്കെ ചവിട്ടി ഇട്ടിട്ടാണ് ഇവരൊക്കെ ഉയർന്ന റാങ്ക് കൊടുത്ത് ജോലി കൊടുക്കാൻ പോണത്. അപ്പോൾ ഓർക്ക് ആ കണ്ണീര്, ആ വേദനയ്ക്ക് ശാപമൊക്കെ ഉണ്ട്. അതെന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കില്ല.